ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പോകുന്നത് ആറ്റുമുക്കം ഷാപ്പിലേക്കാണ്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ തിരക്കിൽ എവിടെ വണ്ടി പാർക്ക് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു ഫസ്റ്റ് തന്നെ. ഞങ്ങളിങ്ങനെ വണ്ടി എവിടെ പാർക്ക് ചെയ്യുമെന്ന് നോക്കി ചെന്ന് അത്യാവശ്യം ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ഥലം കിട്ടി. പിന്നീട് പോയത് ഫസ്റ്റ് തന്നെ ഓർഡർ എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഓർഡർ എടുക്കാനായിട്ട് എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും ഫുഡ് ഐറ്റംസ് ഒന്നിച്ച് കാണുന്നതും ഇത് കണ്ട് ഓർഡർ ചെയ്യുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏത് ഓർഡർ ചെയ്താലും അടുത്തത് കാണുമ്പോൾ അയ്യോ ഇത് ഓർഡർ ചെയ്താലോ എന്നുള്ളൊരു തോന്നലായിപ്പോയി. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ ഓർഡർ കൊടുത്തു. പിന്നെ പോയത് നമ്മൾ കഴിക്കാനിരിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ പല സൈസ് മീനുകളുണ്ടായിരുന്നു, വരാലും അങ്ങനെ എന്തൊക്കെയൊക്കെയോ മീനുകൾ അവിടെ ഉണ്ടായിരുന്നു. മീനും നോക്കി കതവ് തുറക്കാനായിട്ട് ചെന്നപ്പം കതവ് തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വലിച്ചപ്പോൾ തുറന്നു. പിന്നെ എല്ലാവരും ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. ആ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് നവരസങ്ങളൊക്കെ ഇട്ടു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞമ്മ എന്തൊക്കെയോ ചിറ്റപ്പനോട് പറയുന്നുണ്ട്. പക്ഷേ ചിറ്റപ്പൻ എൻ്റെ ക്യാമറയ്ക്ക് പോസ് ചെയ്യുകയാണേ. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം മുന്തിരിക്കൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കള്ളൊന്നും കുടിക്കാറില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നോക്കി, പക്ഷെ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അനിയത്തി ടേസ്റ്റ് ചെയ്തു. മുഖഭാവം കാണുമ്പോൾ അറിയാമല്ലോ. പിന്നീട് ഫുഡ് വന്നു. ഫുഡ് എല്ലാവരും എൻജോയ് ചെയ്ത് ഇങ്ങനെ സെർവ് ചെയ്യുക. എല്ലാവരും കഴിക്കാൻ തുടങ്ങി. അത്യാവശ്യം ടേസ്റ്റുള്ള നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാ ഐറ്റംസും ഏകദേശം ഞങ്ങൾ കുറച്ചൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അംഗം വെട്ടായിരുന്നു. അതും ഇതും എല്ലാം എടുത്തു. അവസാനമോ ചൂരത്തല പോകുന്ന പോക്ക് കണ്ടോ. അത്ര ആസ്വദിച്ച് ഞങ്ങൾ ഫുഡ് ഐറ്റംസൊക്കെ കഴിച്ചു. ഈ പ്ലേറ്റൊക്കെ കണ്ടാൽ അറിയാമല്ലോ. പറ്റുന്ന പോലെ എല്ലാം ക്ലീനാക്കി ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് പതുക്കെ ഞങ്ങൾ അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി. കുട്ടനാടിൻ്റെ മനോഹാരിതയൊക്കെ കണ്ട് ആസ്വദിച്ച് തിരികെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക്. അങ്ങനെ ഒരു സൺഡേ ഹാപ്പി സൺഡേ ആയി.